ഞങ്ങൾ ഇവിടെ വന്നപ്പോ അഞ്ചു ഇങ്ങനെ പറഞ്ഞു ഒരു കല്യാണം കിട്ടിയിരുന്നെങ്കിൽ ചതച്ചു വെച്ചേക്കുന്നതാണ്. ഞങ്ങളതൊക്കെ സ്റ്റോക്കാ. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പേസ്റ്റ്. അതാണ്ട് മീമോൾ എത്തിയിട്ടുണ്ട്. മീമോള് രാവിലെ അമ്മച്ചിയും കൊച്ചുമോളും കൂടെ ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴുകല്. വെൽക്കം ടു ഹൈഫ് ആൻഡ് ബ്ലോഗ്സ്. കുഞ്ഞോണേ ഇന്നലെ കാതൊക്കെ കുത്തി കുഞ്ഞോണി സുഖമായിട്ട് കിടന്ന് പറയും. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഹാപ്പിയാണ്. ഇനി അത് പഴുക്കാതിരുന്നാൽ മതി. എല്ലാം ഓക്കെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ്. താണ്ടെ കുക്കറും പാത്രങ്ങളുമായി വീണ്ടും ഞങ്ങൾ സിറ്റ് ഔട്ട്. രാവിലെ ആൻസൺ ഹാജരായിട്ടുണ്ട്. മമ്മി താണ്ടെ കുഞ്ഞമ്മി അവിടെ ദോശപ്പാപ്പ ചിന്നിനു. ചമ്മന്തി സാമ്പാർ ചിക്കനാണോ അതുമ്മേ? ഓ ഈ ചെറുക്കനെ വഷളാക്കുന്ന ആരാ? ചമ്മന്തി. ഓക്കെ, അപ്പം എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എബിച്ചാൻ നല്ല കടുകടുപ്പ് സ്ട്രോങ് ചായ. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു 2 ആഴ്ചയല്ലേ ഉള്ളൂ, ഇനി പെങ്ങൾക്ക് അത് കഴിഞ്ഞ് ചായ ഇട്ട് തരാൻ ഒക്കൂലല്ലോ. അപ്പൊ നല്ല സ്ട്രോങ് 2 ചായ ഇട്ട് തരാൻ സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ പോയേക്കുവാ ചായയുടെ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. അയ്യോ, എനിക്ക് അത്രയും സാമ്പാർ അങ്ങനെ ഒഴിക്കണ്ട. എനിക്ക് സൈഡില് മീമോൾ എത്തിയിട്ടുണ്ട്. മീമോള് കുഞ്ഞുമണി കമ്പനിയായി. രാവിലെ വന്നിട്ട് പോയിട്ടുണ്ട്. ഈ തെങ്ങ് മാറ്റി താഴേക്ക് രാവിലെ ഇറച്ചി മേടിക്കാൻ വന്നത്. അതുകൊണ്ട് നമ്മുടെ ജിനു ഓടുക കേട്ടോ. കണ്ടം വഴി ഓടുക. ജിനു രാവിലെ ഇറച്ചി മേടിക്കാൻ ഇറങ്ങിയാണ്. ഹായ് പറ, എന്തേലും പറ, സംസാരിക്കാൻ വയ്യാണ്. സജീവനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. കൂടെ ബിനുവിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഗൾഫിൽ നിന്ന് വന്നേ പള്ളിയെ വിളിച്ചിട്ട് പണിക്ക് കൊണ്ടുപോയി. ഇറച്ചി മേടിച്ചിട്ട് നേരെ മീൻ മേടിക്കാൻ വന്നു. കേര മേടിച്ചു. 1 കിലോ കേരയ്ക്ക് 500 രൂപ. ഇറച്ചിക്ക് എത്ര രൂപയാണ്? 400 സംതിങ്. 1 കിലോയ്ക്ക് 400 സംതിങ് ആണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഇച്ചിരി കൂമ്പും മേടിച്ചായിരുന്നു. കരളും കൂമ്പും മേടിച്ചായിരുന്നു. എല്ലാം കൂടെ 1000 രൂപ. 1100 രൂപ. 1.5 കിലോ മേടിച്ചു. ഞാൻ ജസ്റ്റ് പറയുന്ന പുറത്തുള്ള ആൾക്കാർക്കൊക്കെ റേറ്റ്, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അല്ല. പാവയ്ക്ക, കയ്പയ്ക്ക. നമ്മളിപ്പോ ഉള്ളത് പള്ളിമുക്കാണ് കേട്ടോ. പള്ളിമുക്ക് വന്നിട്ട് 4 ദിവസമായി. സമയം പടപടേന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ 2 ആഴ്ച ഇപ്പൊ കഴിയും. അടിപൊളി. ഇവിടെ ഇതുണ്ടാക്കാൻ പോകുന്നു. എന്തുണ്ടാക്കാൻ പോകുന്നു അമ്മി? കൂമ്പ. പോത്തിന്റെ കൂമ്പും കരളും കൂടെ ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ വറക്കാൻ പോവാണ്. ഇത് ഇവിടെ ഓൾറെഡി കുക്കറിൽ വിസിലടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് 2 വിസിലടിച്ചു വെച്ചു. ഇനിയും ഇഞ്ചിയൊക്കെ ഇവിടെ നേരത്തെ ചതച്ച് വെച്ചേക്കുന്നതാണ്. ഞങ്ങളതൊക്കെ സ്റ്റോക്കാ. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പേസ്റ്റ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ അടുത്ത ഇഞ്ചി ഇടാൻ പോകുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുരുമുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതിന് കുരുമുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ട. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇടണം. ഉള്ളി സവാള വഴണ്ട് കഴിഞ്ഞപ്പോ സവാള ഇട്ടു. ഇത് വഴണ്ട് കഴിയുമ്പോ നമ്മുടെ ഇത് അതെന്തെടുത്ത് കറിവേപ്പില ഇല്ലാത്ത സെറ്റപ്പ് ഇല്ല. നമുക്ക് കരിയാപ്പിളക്ക് ക്ഷാമമില്ല. ദൈവത്തിന് കൊണ്ട് നമുക്ക് കരിയാപ്പിള.
UK കരിയാപ്പല ഇല്ലാത്ത. അത് നമ്മളവിടെ സെറ്റ് ചെയ്യുമല്ലേ. മലയാളികൾ എന്ന് പറഞ്ഞ കറിവേപ്പില അവർക്ക് വഴണ്ട് കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ കൂമ്പും കരളും ആണ്ടേ. ഒരാള് ഇവിടുന്നുള്ള കല്ല് മൊത്തവും എടുത്ത് കൊണ്ടുപോവുക. അച്ചാച്ചനായിരുന്നു കുറച്ചാൾ മുമ്പ്. ഇപ്പം അനിയത്തി തുടങ്ങിയിട്ടുണ്ട്. കൂമ്പും കരളും ഫ്രൈ അതിന്റെ മേളിലോട്ട് മറ്റേത് വഴണ്ടപ്പം ഇവിടുന്നകത്ത് കുക്കർ വെച്ചിരുന്ന സാധനം അതിനകത്ത് ഇട്ടു കേട്ടോ. എന്നിട്ട് കുറെ നേരം വഴറ്റി അവസാനം ഈ കുരുമുളകാ അതിന്റെ ഒരു ഇത് വരുന്നത്. നമ്മുടെ സ്വന്തം കരിയാപ്പല ആദ്യമേ ഇട്ടായിരുന്നു. ഒരു മേളത്തിന് കിടന്നു. ഒരാള് പുഞ്ചിരിക്കുന്നുണ്ടോ? കടയിൽ പോയിട്ട് വന്നപ്പോ ഒരു ടീം തോന്നിക്കുന്നു. അല്ല കുഞ്ഞോടി പാഞ്ഞു വന്നേ കേട്ടോ. ഡാഡി ഞങ്ങളൊരു കല്യാണ റിസപ്ഷന് പോവാണ്. നമ്മുടെ കൂട്ടുകാരൻ ഡെന്നിയുടെ അനിയന്റെ കല്യാണത്തിന്റെ റിസപ്ഷനാണ് തിരുവനന്തപുരത്ത് വെച്ച്. ഞങ്ങളിവിടെ വന്നപ്പോ അഞ്ചു ഇങ്ങനെ പറഞ്ഞു ഒരു കല്യാണം കിട്ടിയിരുന്നെങ്കിൽ സൂക്ഷം അവൻ വിളിച്ചു. എന്നാ പോയേക്കാന്ന് കയറി ഞങ്ങൾ പോവാ. അടിപൊളി. നമ്മള് അങ്ങോട്ട് പോകുന്ന വഴി ഒരു പള്ളിയാട്ടോ. അവിടെ പള്ളി പെരുന്നാളാന്ന് തോന്നുന്നു, വട്ടപ്പാറ. അങ്ങനെ നമ്മള് നമ്മുടെ കൂട്ടുകാരൻ ടെന്നിയുടെ അനിയൻ്റെ വെഡ്ഡിങ് റിസപ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നു, എല്ലാവരെയും കണ്ടു, സന്തോഷകരമായി, അടിപൊളിയായിരുന്നു. എല്ലാവരെയും കാണുകയും കല്യാണ റിസപ്ഷൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണല്ലോ, ഒരു കല്യാണ റിസപ്ഷനെ കൊണ്ടുവന്നു കറക്റ്റ് സമയത്ത് ഡെന്നി വിളിച്ച്. സന്തോഷം. അങ്ങനെ ഞങ്ങൾ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ട്രാഫിക്കാട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് ബിംബു കൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ വൈകുന്നേരത്തെ ബാൽക്കണി സഭ ഇന്ന് ലേറ്റായിപ്പോയി. 10:15 തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് 5 പോയി കിടന്ന്. നാളെ ഞായറാഴ്ച പള്ളിയിൽ പോകണം. അതെ, കുറേ നാളായ നാട്ടിലെ പള്ളിയിൽ പോയിട്ട്. പള്ളിയിൽ പോകണം. നാളെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യണം. ഇപ്പോൾ കല്യാണമൊക്കെ കൂടി ഇനിയിപ്പോൾ റിസപ്ഷനായിരുന്നു വരുന്നത്. ഇപ്പം അതാണല്ലോ. അപ്പം കല്യാണം നേരത്തെ കഴിയും, വൈകുന്നേരം റിസപ്ഷൻ. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത്, വൈകിട്ട് റിസപ്ഷൻ പരിപാടിക്ക്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഫുഡ്. അല്ലേ പിന്നെന്തുണ്ട്? വെറുതെ ഇരുന്ന് ബോറടിച്ചോ? ഞാൻ ചോറൂണൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ്, ചോറുണ്ടോണ്ടിരുന്നപ്പോഴാണ് ഇവൻ വന്നത്. ട്രിവാൻഡ്രം എന്നെ ഇടയ്ക്കൊന്ന് കാണാൻ വന്ന്. ട്രിവാൻഡ്രം ജോലി സ്ഥലത്ത് നിന്ന് എന്നെ ഇടയ്ക്കൊന്ന് കാണാൻ വന്ന്. നാളെ പോലെ ട്രിവാൻഡ്രം ഉണ്ട്. അതാണ് നാളത്തെ വ്ളോഗിന്റെ പ്രത്യേകത. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്, സൈനിങ് ഓഫ്. കൈപ്പൻസ് ഒരു ബൈ ബൈ പറയടേ. ബൈ.